ഇത് ഞങ്ങളുടെ ജീവിതത്തിലെ മറക്കാൻ പറ്റാത്ത ഒരു ദിവസത്തിലെ യാത്രയാണ് കേട്ടോ. എന്നാൽ അതോടൊപ്പം തന്നെ ഒരു ചെറിയ സങ്കട ദിവസം കൂടിയായിരുന്നു. ഞങ്ങൾ ഈ യാത്ര ചെയ്യുന്നത് കട്ടപ്പനയിലുള്ള ലബ്ബക്കട ഹൈറേഞ്ച് വില്ലാസിലേക്കാണ്. എന്തിനാണെന്ന് ചോദിച്ചാൽ വണ്ടൻമേട് എം.ഇ.എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പളായിരുന്ന ഫിറോസ് സാറിന് ട്രാൻസ്ഫറായി. അദ്ദേഹത്തിന് PTA നേതൃത്വത്തിൽ ഒരു യാത്രയയപ്പ് നൽകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഹൈറേഞ്ച് വില്ലാസിലേക്ക് പോയത്. ഞങ്ങൾക്കിതൊരു 1 ഡേ ടൂർ പോയ പോലെ ഒരു സന്തോഷ ദിവസമായിരുന്നു. സ്കൂളിൽ നിന്ന് ഞങ്ങൾ 3:30 പോയത്. ഇടയ്ക്ക് നിർത്തി ഒരു ചായയൊക്കെ കുടിച്ചിട്ടാണ് ഞങ്ങൾ പോയതെങ്കിലും വളരെ സന്തോഷം. ഭയങ്കര ഭംഗിയുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ കേട്ടോ. ഇടുക്കി വരുന്നവരൊക്കെ ഈ സ്ഥലത്തിലൂടെ യാത്ര ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഞങ്ങൾ ഹൈറേഞ്ച് വില്ലാസിലെത്തി. രാവിലെ മുതൽ വളരെ മഴയായിരുന്നു. പക്ഷേ ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് നല്ല തെളിച്ചവും നല്ല കാലാവസ്ഥയായിരുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്കവിടെ എല്ലായിടവും നടന്ന് കാണുവാനും എൻജോയ് ചെയ്യാനൊക്കെ പറ്റി. വളരെ സന്തോഷം. കാരണം ഞങ്ങളുടെ വീടിനടുത്തുള്ള സ്ഥലമാണെങ്കിൽ പോലും ആരും അവിടെ ഒന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കര ഹാപ്പിയായി. ഇങ്ങനെ ഒരു സ്ഥലം തിരഞ്ഞെടുത്തപ്പോൾ എല്ലാവരും സന്തോഷത്തിലായിരുന്നു. ഞങ്ങളവിടെ ചെന്നപ്പോൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ വളരെ മനോഹരമായിട്ട് നല്ലൊരു സ്ഥലം. അവിടുത്തെ പ്രത്യേകത ഒരുപാട് വീഡിയോസിലൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാകും. ഒരു എയറോപ്ലെയിൻ്റെ മോഡൽ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൽ താമസിക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് കോട്ടേജുകളുണ്ട്, സ്വിമ്മിംഗ് പൂള്, കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക്, അതുപോലെ തന്നെ കുറേ മീറ്റിങ്ങുകളൊക്കെ വെക്കാനും ഒക്കെ വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണത് കേട്ടോ. ഞങ്ങളവിടെ ചെന്ന് ഇറങ്ങിയതിന് ശേഷം എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഫോട്ടോഷൂട്ടിനുള്ള ഓട്ടമായിരുന്നു. പിന്നീട് കാണുന്നിടത്ത് എല്ലാം ഫോട്ടോ എടുക്കാനായിട്ടുള്ള വളരെ നല്ല മനോഹരമായിട്ടുള്ള സ്ഥലമായിരുന്നുകൊണ്ട് തന്നെ എല്ലാവരും ഓടി നടന്ന് ഫോട്ടോ എടുക്കുകയായിരുന്നു. ധാരാളം ഫോട്ടോകളൊക്കെ എടുത്തു. കളിസ്ഥലങ്ങളിലൊക്കെ പോയി, പാർക്കിംഗ് ഏരിയയിലൊക്കെ കയറി, സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്തും എല്ലായിടത്തും പോയി വളരെ നന്നായിട്ട് എല്ലാവരും എൻജോയ് ചെയ്ത് ശരിക്കും ഒരു പിക്നിക്കിന് പോയ അതേ മൂഡിൽ തന്നെയായിരുന്നു എല്ലാവരും. യാത്രയപ്പിനാണ് പോയതെങ്കിലും ഒരു പിക്നിക് മൂഡ് തന്നെയായിരുന്നു. ഞങ്ങളിങ്ങനെ പാർക്കിലിരിക്കുന്ന സമയത്ത് നിങ്ങൾ കാണുമ്പോൾ അവിടെ ഞങ്ങൾ ഊഞ്ഞാലൊക്കെ ആടി. ആ സമയത്താണ് അവിടെ ഒരു ബോർഡ് വെച്ചിരിക്കുന്ന കാര്യം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്, 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ മാത്രമേ ആ ഊഞ്ഞാലിലൊക്കെ കയറാൻ പാടുള്ളൂ, 50 കിലോ വെയിറ്റ് താഴെയുള്ളവരെ അതിൽ കയറാൻ പാടുള്ളൂ എന്നൊക്കെ. അത് കണ്ടതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അതിനുശേഷം ഞങ്ങൾ എല്ലാവരും കൂടെ നടന്ന് തൊട്ടടുത്ത് തന്നെ ക്യാമ്പ് ഫയറൊക്കെ നടത്താൻ പറ്റിയ നല്ല മനോഹരമായ സ്ഥലമൊക്കെ ഉണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ അവിടെ ചെന്നിരുന്നു. ഞങ്ങളെല്ലാവരും എടുത്ത ഫോട്ടോസൊക്കെ എല്ലാവരും പരസ്പരം ഷെയർ ചെയ്തു. കുറേ നേരം കളിതമാശകളൊക്കെ പറഞ്ഞ് കുറേ സമയം ഞങ്ങളവിടെ ചിലവഴിച്ചു. അപ്പോഴേക്കും രാത്രിയായി. ലൈറ്റൊക്കെ ഇട്ട് വളരെ ഭംഗിയായിട്ട് കാണാനൊക്കെ സാധിച്ചു. അതിനുശേഷം ഞങ്ങളവിടെ ഹാളിൽ വന്നു ഒരു മീറ്റിംഗ് കൂടി. ആ മീറ്റിങ്ങിൽ ഇതുവരെ സാറ് വന്നതിന് ശേഷം ഉണ്ടായ മാറ്റങ്ങളും സാറിൻ്റെ അനുഭവങ്ങളും ഒക്കെ പങ്കുവച്ചു. ഓരോ PTA മെമ്പേഴ്സും അവർക്ക് അവിടെ നിന്ന് കിട്ടിയ അനുഭവങ്ങളും സാറിന് ആശംസകളും ഒക്കെ അറിയിച്ചു. സാറും ഇടുക്കിയിലേക്ക് വന്നപ്പോൾ ആദ്യം വളരെ വിഷമമായിരുന്നെന്നും എന്നാൽ ഇപ്പോൾ വളരെ സങ്കടമുണ്ട് ഇവിടുന്ന് തിരിച്ചു പോകാനെന്നും സാർ അറിയിച്ചു. അതിനുശേഷം ഞങ്ങളെല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് എല്ലാവർക്കും ഹെഡ് മിസ്സസ് മായ ടീച്ചർ നന്ദിയൊക്കെ പറഞ്ഞ് ഞങ്ങളവിടെ നിന്ന് തിരിച്ചു പോന്നു. ഏകദേശം 10 മണിയോടുകൂടി ഞങ്ങളവിടെ നിന്ന് തിരിച്ചു പോന്നു. ഇതൊരു യാത്രയയപ്പ് നിമിഷമായിട്ട് ഞങ്ങൾക്ക് തോന്നിയില്ല. വളരെ സന്തോഷമായിട്ടൊരു 1 ഡേ ടൂർ പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത്. ഇതെങ്കിലും ഞങ്ങളുടെ കൂടെ നിന്ന് വളരെ സന്തോഷത്തോടെ 2.5 വർഷക്കാലം ഞങ്ങളെ നയിച്ച ഫിറോസ് സാറ് മറ്റൊരു സ്കൂളിലേക്ക് യാത്രയായി. ആ സ്കൂളിൽ സാറിന് എല്ലാവിധ ആശംസകളും ഭാവങ്ങളും നേരുകയാണ്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ഇതിന് നേതൃത്വം നൽകിയ HM മായ ടീച്ചറിനും PTA പ്രസിഡൻറ്റിനും സഹകരിച്ച PTA എല്ലാ അംഗങ്ങൾക്കും ഫിറോസ് സാറിനും ഷുക്കൂർ സാറിനും പ്രത്യേകം നന്ദി അറിയിക്കുകയും ചെയ്യുന്നു.